അങ്ങനെ ഞങ്ങൾ നെയ്യാർ ഡാമിലെത്തി. ഇവിടെ ബോട്ടിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അവരാകുമ്പോൾ നമ്മളെ എലിഫൻറ്റ് പാർക്കൊക്കെ കൊണ്ട് കാണിച്ചോളൂ. അപ്പം നമ്മൾ ഒരു ഫാമിലി ബോട്ടായിട്ടാണ് എടുത്തത്. അത് കാരണം നമുക്ക് 5800 രൂപയായി. ഇല്ലെങ്കിൽ നമുക്ക് ഒരാൾക്ക് 300 രൂപയാകത്തുള്ളൂ. പക്ഷേ ഇത് ഫാമിലി ബോട്ട് ഇങ്ങനെ 2 മണിക്കൂർ ഇതിന് വേണ്ടിയാണ് നമ്മൾ എടുത്തത്. അതാകുമ്പോൾ നമുക്ക് ഈ റേറ്റിന് എല്ലാം കണ്ടിട്ട് വരാം. ഒരു കുഴപ്പമില്ല. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. അല്ല 5 പേരുണ്ടായിരുന്നു. എൻ്റെ ബ്രദറൂടെ കൂട്ടി ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. ഞങ്ങൾ അതിലേക്ക് പോവുകയാണ്. എന്നെക്കുട്ടനെ ബോട്ടിൽ കയറാനുള്ള സന്തോഷത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി സ്ഥലം, നല്ല കാറ്റ്. ഈ അടുത്ത ദിവസം അങ്ങാണ്ട് ഇവിടെ ഭയങ്കരമായിട്ട് മഴ പെയ്തു. അതുകൊണ്ട് ഇന്ന് ഇച്ചിരി ചൂട് കുറവാണെന്ന് ഇവിടെ ഉള്ള ആ ചേച്ചി പറയുന്നത് കേട്ടെ. പക്ഷെ ശരിക്കും അതെ, ഇന്നലെയൊക്കെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് വിയർത്ത് കുളിച്ചു. മിന്നുവിനാണെങ്കിൽ ആകെ വിഷമിച്ചു പോയി. അവള് വിയർത്ത് കുളിച്ച്. പക്ഷെ ഇന്ന് ശരിക്കും ഹാപ്പിയാണ്. കാരണം നല്ല കാറ്റും ചൂട് കുറവും ഒക്കെയാണ്. കുട്ടിയൊക്കെ വളരെ ഹാപ്പിയാണ്. നമുക്ക് പിന്നെ ബോട്ട്, സ്പീഡ് ബോട്ട് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വെള്ളത്തിൽ പോകുന്ന പരിപാടികൾ താല്പര്യമാണ്. ആ മൗണ്ടൻ വലിയൊരു പാറയുടെ ഇത് കാണുന്നു. അവിടെ ഒരു ദേവീക്ഷേത്രമാണ്. ഇത് 4 ഷട്ടർ. ഇത് 2 കനാലിന്റെ ആണെന്ന്. അതാണെന്ന് തോന്നുന്നു ഞങ്ങൾ നേരത്തെ കണ്ടത് തുറന്നു വിട്ടേക്കുന്നത്. അവിടെ നിന്നാണ് വയലാർ രാമവർമ്മ ചന്ദ്രകളഭം ചാർത്തി എന്നുള്ള പാട്ട് എഴുതിയത്. ഇങ്ങനെ അങ്ങനെ പോകുന്ന കൂട്ടത്തിൽ നമുക്കിങ്ങനെ എടുക്കാൻ പറ്റുന്നുള്ളൂ. ഇതാണ് ലയൺ സഫാരി പാർക്കിന്റെ ബോർഡാണ് വെച്ചേക്കുന്നത്. ഇപ്പം അവിടുത്തെ ലയൺ പ്രായമായി ചത്തുപോയി. അപ്പം അത് കാരണം അവിടെ ആ ഒരു ഇതില്ല. പക്ഷെ ഇവിടെ ചികണ്ണി അങ്ങനെ അതിൻ്റെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് ചെല്ലുമ്പം നമുക്ക് അത് കാണാനുള്ള സംവിധാനമുണ്ട്. ഇതിൻ്റെ ടിക്കറ്റ് തന്നെ മതി എന്ന് പറഞ്ഞു അത് കാണാൻ കയറാൻ. റോഡിന്റെ മേളിട്ട് കാണാൻ പറ്റുമായിരുന്നില്ല. ശിവാനന്ദ ആശ്രമത്തിന്റെ പുറകുവശമാണ് ഈ കാണുന്നതൊക്കെ. ഇവിടെ ഒരുപാട് വിദേശികളൊക്കെ വരാറുണ്ട്. വെള്ളിയാഴ്ച ഈ ആശ്രമത്തില് ഓഫാണ്. അപ്പോൾ അവിടെ വരുന്ന ഈ വിദേശികളെല്ലാവരും ഇവിടെ വരും. ഇവിടെ വന്ന് ഈ ബോട്ടിങ്ങിനും ഒക്കെ ആയിട്ട് പോകും. അവരൊക്കെയാണെന്ന് കുളിക്കാൻ ഇറങ്ങുകയൊക്കെ ചെയ്യുന്നത്. അവർക്കൊക്കെ ഇതൊക്കെ ഭയങ്കര അതിശയമുള്ളതാണല്ലോ. അദ്ദേഹം നാട്ടിൽ ഇങ്ങനൊന്നും കാണത്തില്ലല്ലോ. ഇതിപ്പോൾ 2 മണിക്കൂറിൻ്റെ യാത്രയാണ്.
മണിക്കൂറാകുമ്പോൾ നമുക്ക് എല്ലാം കണ്ട് സമാധാനമായിട്ട് വരാം. മറ്റേ നമ്മൾ ധൃതി പിടിച്ചൊക്കെ വരണം. അതിനേക്കാൾ നല്ലത് നമ്മൾ 2 മണിക്കൂർ യാത്ര ചെയ്ത് എല്ലാം നന്നായി കണ്ട് സമാധാനമായിട്ട് വരാം. സിംഹത്തിന്റെ കൂടാണ് ഇവിടെ. സിംഹം ഇല്ലാത്തതുകൊണ്ട് അതൊന്നും കാണാൻ പറ്റില്ല. ഈ പൊക്കത്തിൽ കാണുന്നത് കാളിമല. ഇത് കേരളം തമിഴ്നാട് ബോർഡറാണ്. നമുക്ക് കണ്ടു നോക്കിക്കേ, ഇത് കണ്ടോ, ഈ തെളിഞ്ഞ് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇത് അഗസ്ത്യ മുനി കിടക്കുന്നതെന്നാ പറയുന്നത്. അഗസ്ത്യകൂടമാണിത്. ഇത് ശരിക്കും നമ്മൾ നേരിട്ട് കാണുമ്പോഴല്ലോ അഗസ്ത്യ മുനി കിടക്കുന്ന പോലെയാണ് തോന്നുന്നത്. മുഖമൊക്കെ ഇത് വരയ്ക്കാൻ പറ്റുമെന്ന് പറയും. ഇത് നോക്കി വരയ്ക്കുമെന്ന് ആൾക്കാർ. ഇത് എത്ര നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. കണ്ടോ, നമുക്ക് നല്ലതായിട്ട് തോന്നും അങ്ങനെ. ഈ കുന്ന് കണ്ടോ, ഈ കുന്ന് ഇതിന്റെ മുകളിലായിട്ട് അഗസ്ത്യ മുനിയുടെ ആശ്രമം, ഒരു അമ്പലമുണ്ട്. 3 ദിവസം എടുക്കും അവിടെ പോകാൻ. ഇവിടെ നമ്മൾ ഓഫ് സീസണിലൊക്കെ ആൾക്കാരെ വിടും, പക്ഷെ അപ്പം എമൗണ്ട് കൂടുതലാണ്. ഇവിടെ ഒരു സ്ഥലം വരെ വണ്ടി പോകും. എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷെ ഇതാണ് സംഭവം. ഇത് അഗസ്ത്യ മുനിയുടെ അമ്പലം അവിടെ ഉണ്ട്. ഇത് ഏത് സമയമാണ് ഇത് ഉത്സവം? ജാനുവരി ഫെബ്രുവരി മാസമാണ് ഇവിടെ ആഘോഷമുള്ളത്. പക്ഷെ ആ സമയത്ത് ഇങ്ങനെ ആൾക്കാരെ കൊണ്ടുപോകും. പക്ഷെ ഇപ്പോൾ ഓഫ് സീസൺ ആണെങ്കിലും കൊണ്ടുപോകും. പക്ഷെ ഇപ്പം റേറ്റ് കൂടുതലായിരിക്കും. ഈ വഴി കണ്ടോ, ഈ വഴി ഇതുണ്ട്. ഈ വഴിയില് 2 മുതലകൾ മുട്ടയിടാൻ പോകുന്ന സ്ഥലമാണ്. കണ്ടോ ഈ വഴി. ഇതിനകത്ത് മുതലകളുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞില്ല. കേട്ടപ്പോൾ ഒരു പേടി. ഇവിടെയൊക്കെ തുണി നനയ്ക്കാൻ വരുന്ന ആൾക്കാരുടെ കൈയും കാലും ഒക്കെ കടിച്ച് കൊണ്ടുപോയിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം കാണിച്ച മുതലകൾ മുട്ടയിടുന്ന സ്ഥലത്ത് കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിയുമ്പം ഈ വെള്ളത്തിലേക്ക് വരും. ഇപ്പം 20 വർഷമായിട്ട് ശല്യമൊന്നും ഇല്ലെന്ന് പറയുന്നു. കരഭാഗം കാണുന്നുണ്ട്. എവിടെ? കാണാൻ പറ്റില്ല. അവിടെ ഒരു മുതല കിടപ്പുണ്ട്. കാണാൻ പറ്റുന്നില്ല ശരിക്കും. അവിടെ ഒരു മുതലയുണ്ട്. കരയിലായിട്ടേ 2 മുതലകൾ കിടപ്പുണ്ട്. ഇത് ആന
ആനയ്ക്കൊക്കെ വെള്ളം എടുക്കുന്ന പൈപ്പാണ്, പമ്പാണ്. ഇവിടെ വലിച്ചെടുത്താണ് ആനയെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. ആന നിപ്പുണ്ട്. ഇവിടൊക്കെ ഓരോ കൊട്ടവഞ്ചി ഇങ്ങനെ കമഴ്ത്തി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അടിയിലിരിക്കാൻ മുള കൊണ്ട് ഇരിപ്പിടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് മോഴ എന്ന് പറയുന്ന ആനയാണ്. ഇത് എപ്പോഴും മതപ്പാട് കാണും. ഇതിന് ദേഷ്യക്കാരനാണ്. പക്ഷെ ഇത് കൊമ്പനാനയാണ്, പക്ഷെ കൊമ്പില്ല. എന്നാൽ പിടിയാനയല്ല. അങ്ങനെ ഒരു തരം ആനയാണിത്. ഇനി നമുക്ക് നല്ല സൗകര്യമുള്ള ക്യാൻറ്റീനൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് കഴിക്കാം. കഴിച്ചിട്ട് വീണ്ടും ആനയെ കാണാൻ പോവാം. അങ്ങനെ ഞങ്ങൾ എലിഫന്റ് പാർക്കിലെത്തി. അവിടുന്ന് റെസ്റ്റൊക്കെ എടുത്തേച്ച് ഞങ്ങൾ പതുക്കെ അങ്ങ് നടന്നു. ഏകദേശം ഒരു 2-3 കിലോമീറ്ററോളം നടക്കാനുണ്ട്. ഇവിടെ ആനകളെ, എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോകുന്ന ആനകൾ, തള്ള ഉപേക്ഷിക്കുന്ന ആനകൾ, അങ്ങനെയൊക്കെയുള്ള ആനകൾ, വയ്യാതെയൊക്കെ വരുന്ന ആനകൾ, അവരെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് സംരക്ഷിക്കും. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെയുണ്ട്. നമ്മൾ അപ്പുറം ഇപ്പുറമൊക്കെ കാടുകളും ഒക്കെയാണ് കണ്ട്. അതുകൊണ്ട് നമുക്ക് വലിയ ചൂടൊന്നും അനുഭവപ്പെട്ടില്ല. പിന്നെ ഐസ്ക്രീം, തണുത്ത വെള്ളമൊക്കെ കിട്ടും ഇടയ്ക്കൊക്കെ. അവിടെയൊക്കെ വാങ്ങിച്ച് കുടിച്ച് നമുക്കങ്ങ് പതുക്കെ അങ്ങ് നടക്കാം. ഈ ഗേറ്റിൻ്റെ അവിടെ വരെയാണ് ഈ കാടുള്ളത്. ഇതിനപ്പുറത്ത് ആൾക്കാർ താമസമുണ്ട്. ആദിവാസികളും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. പിന്നെ എനിക്ക് പറഞ്ഞു തിരിഞ്ഞത് മൂഢർ എന്ന് പറയുന്ന ഒരു വംശജരാണ് അവിടെ താമസിക്കുന്നത്. അവർക്ക് നല്ല വിദ്യാഭ്യാസവും ഒക്കെ കൊടുക്കും. ഏകദേശം 15 വയസ്സായി കഴിയുമ്പം അവരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് താമസിപ്പിക്കും. അവരെ ഇൻഡിപെൻഡൻ്റ് ആക്കും 15 വയസ്സാകുമ്പോഴത്തേക്ക്. അപ്പോൾ അവരും ഈ കാട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. പക്ഷേ സെപ്പറേറ്റ് ആയിട്ടാണ് അവർ താമസിക്കുന്നത്. അതിൽ നല്ല വിദ്യാഭ്യാസം എടുക്കുന്നവരുമുണ്ട്. ഇത് നമ്മൾ ഈ കുഴിയിലുമൊക്കെ വീണും ഈ തള്ളയാന ഉപേക്ഷിക്കപ്പെട്ട അങ്ങനെ അപകടത്തിൽപ്പെട്ട ആനകൾ, അങ്ങനെയുള്ള ആനകളെ എല്ലാം ഇവിടെ കൊണ്ടുവരും. എന്നിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തി ഇവിടെ അങ്ങ് പരിപാലിക്കും ഇവരെ. കളിയൊക്കെയാ. മണ്ണൊക്കെ വാരി ദേഹത്തിടുന്നു. കുഞ്ഞാനയാ, അപ്പൊ കുസൃതി കൂടുതലായിരിക്കും. നടന്ന് ഞങ്ങൾ വേറൊരു സ്ഥലത്ത് വന്നു. അവിടെ ആന പാർക്കാണിത് മൊത്തം. എലിഫന്റ് പാർക്ക്, എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്റർ. ഈ ആനയെ കാസർഗോഡ് നിന്ന് കൊണ്ടുവന്ന. ഇതിന്റെ പേരാണോ റാണ? ഇതിന്റെ പേരാണോ റാണ? ഇതാണ് റാണ. അവിടെ ദേഷ്യത്തിലാണോ? അത് ഇച്ചിരി അഗ്രസീവാണ്. ദേഷ്യപ്പെട്ടൊക്കെ നിൽക്കുക. ശക്തിയായിട്ടാണല്ലോ അതാ ചെവിയൊക്കെ ആട്ടുന്നത്. ചൂടിൻ്റെ കൊണ്ടായിരിക്കും. ചൂട് കൂടുതലാണ്, അതിൻ്റെ ആയിരിക്കും. ഇവിടെ അവിടെ വെള്ളത്തിൽ കൊണ്ടുപോകും ഇതിനെ കൊണ്ടുപോകും. നമ്മുടെ ആ ഭാഗം കണ്ടല്ലോ ഒരു ആനയുടെ. ഇത് ഹരികൃഷ്ണൻ. 32 വയസ്സോ? 32 വയസ്സുണ്ട് ഇവന്. ഹരികൃഷ്ണൻ
ഇതാണ് മോഴ. അല്ല, കൊമ്പില്ലല്ലോ. മോഴയല്ലേ? ആ, മോഴയാണിത്. ഇത് അതുപോലത്തെ തന്നെയാണ്. ഇതിൽ ഒരു ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടതാണ്. പല പല രീതികളായിരിക്കും. ഇത് ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇത് വെറ്റിനറി ഡോക്ടേഴ്സിന് വന്ന് താമസിക്കാനുള്ളതാണ്. ഇപ്പം ആനയ്ക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യത്തിനൊക്കെ ആയിട്ട് ഡോക്ടർമാർ വരും. വന്നു കഴിഞ്ഞാൽ ഇവിടെ താമസിക്കും. അതിനുള്ള ഇത് ഓപ്പറേഷൻ തിയേറ്ററാണ്. ആനയ്ക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ, ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നാൽ ചെയ്യാനുള്ള ഓപ്പറേഷൻ സെൻ്ററാണിത്. എല്ലാ സംവിധാനവും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ നീറ്റായിട്ട് ആണ് ആനകളെ നോക്കുന്നത്. ബെൽറ്റൊക്കെയാണ് ഇട്ടേക്കുന്നത്. കാരണം ചങ്ങലയിടുമ്പോൾ കാലിന് പൊട്ടലോ അങ്ങനെ എന്തെങ്കിലും വന്നെങ്കിലോ. കുറേയൊക്കെ പാപ്പാന്മാരുമായിട്ടൊക്കെ ഇണങ്ങിയിട്ടുണ്ട്. പക്ഷെ ചില സമയമൊക്കെ ഭയങ്കര അഗ്രസീവാണ്. കാരണം അങ്ങനെ ഞങ്ങൾ നെയ്യാർ ഡാമൊക്കെ കണ്ടു, എലിഫന്റ് പാർക്ക് കണ്ടു, കുട്ടവഞ്ചിയൊക്കെ കണ്ടു. കുട്ടവഞ്ചിയെ കയറിയില്ല, ഇതിനകത്ത് മുതലയൊക്കെ ഉണ്ട്, എനിക്ക് പേടിയാണ്. അപ്പം അതുകൊണ്ട് അതൊന്നും കയറിയില്ല. ഇനി ഞങ്ങളിവിടുന്ന് ഊണൊക്കെ കഴിച്ചു. ഇവിടെ ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു, നല്ല ഊണായിരുന്നു. ഊണൊക്കെ കഴിച്ചു. ഇനി ഇവിടുന്ന് ഞങ്ങൾ തിരിച്ചങ്ങ് ചെല്ലും. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ എന്തോ ചീങ്കണ്ണി പാർക്കും ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. അതായാലും ഒന്ന് പോയി നോക്കിയേക്കാം. ഞങ്ങളെ കൊണ്ടുപോകാനുള്ള ബോട്ട് വരുന്നുണ്ട്. ഇനി ഞങ്ങൾ പതുക്കെ അതിലോട്ട് കയറി പോവാണ്. പയ്യെ ഇറങ്ങി. വെരി ഗുഡ്. കുട്ടി തന്നെ ഇറങ്ങി കയറി.